Hello everyone, welcome to Disha Academy. നമ്മുടെ NDPCയുടെ PYQ സെക്ഷനിലെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് NDPCയുടെ മിക്സഡ് PYQ സെഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. വിച്ച് പീരീഡ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി? ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടത്തെ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഹിസ്റ്ററിയിലെ ആൻഷ്യൻ്റ് ഹിസ്റ്ററി ടൈമിൽ വരുന്ന ചോദ്യമാണിത് കേട്ടോ. അപ്പോൾ അതിൽ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതെന്നാണ് ചോദിച്ചത് കേട്ടോ. ഏത് പീരീഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുപ്ത പീരീഡ് ആണ് കേട്ടോ. ഏത് പീരീഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുപ്ത പീരീഡ് ആണ്. ഫൗണ്ടർ ഓഫ് ഗുപ്ത പീരീഡ് ചോദിക്കാറുണ്ട്. ഫൗണ്ടർ ഓഫ് ഗുപ്ത പീരീഡ് മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ തേർഡ് ആൻഡ് ഫോർത്ത് സെഞ്ചുറിയിലാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ. ഈ ഒരു ഗുപ്ത എംപയർ ഇങ്ങനെ ഫ്ലറിഷ് ആവുന്നത് തേർഡ് ആൻഡ് ഫോർത്ത് സെഞ്ചുറിയിലാണ്. ഇതിന് മുന്നേ ഉള്ള ആൾക്കാരാണ് ഈ മൗര്യനൊക്കെ കേട്ടോ. മൗര്യൻസ്, മുഗൾസ് എന്ന് പറയുന്നത് മിഡീവൽ ടൈമാണ്. ഇത് ആൻഷ്യന്റ് ടൈമിലെ ആൾക്കാരാണ് ഗുപ്ത പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് ഫോർത്ത് സെഞ്ചുറിയിലാണ് ഉണ്ടായിരുന്നത്. ഫൗണ്ടർ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി ആരാണെന്ന് ചോദിച്ചാൽ ഗുപ്ത എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി ഉണ്ടാക്കിയെടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീഗുപ്തയാണ് കേട്ടോ. ആരാണ്? ശ്രീഗുപ്തയാണ്. ശ്രീഗുപ്ത. പക്ഷെ നമ്മളിവിടെ കേട്ടില്ലേ ഈ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, കാരണം ഏറ്റവും നല്ല റൂളേഴ്സും അതുപോലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറേ ആൾക്കാരും ജീവിച്ചിരുന്നത് ഏത് ടൈം പീരീഡിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുപ്ത പീരീഡിലാണ്. അതുകൊണ്ടാണ് അതിനെ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ആക്കി കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിയൽ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഇതിനെ വളർത്താൻ അല്ലെങ്കിൽ ഇത്രയും റൈസായി ഇത്രയും എംപയർ ആയിട്ട് അത് മാറാൻ സഹായിച്ചത്, ആ ഒരു രീതിയിലേക്ക് അതിൻ്റെ വളർച്ച കൊണ്ടെത്തിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ റിയൽ ഫൗണ്ടർ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ചന്ദ്രഗുപ്ത 1 ആണ് കേട്ടോ. ചന്ദ്രഗുപ്ത 1 ആണ്. ചന്ദ്രഗുപ്ത 1 ഫസ്റ്റ് ആണ്. ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ് കേട്ടോ. ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ് അവിടെ ആലോചിക്കണം. ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയാൻ കാരണം ഗ്രേറ്റസ്റ്റ് റൂളേഴ്സും ആൻഡ് ഗ്രേറ്റസ്റ്റ് പീപ്പിൾസ് ആർ ലീവ്ഡ് ഇൻ ദിസ് സെഞ്ചുറി ആണ്. മാത്രമല്ല ഒരുപാട് സയന്റിഫിക് ആൻഡ് മാത്തമെറ്റിക്കൽ ഗ്രോത്ത് ഉണ്ടായ ഒരു സമയമാണിത്. കാരണം ആര്യഭട്ടയൊക്കെ ജീവിച്ചിരുന്ന ടൈം പീരീഡും ഉണ്ടായിരുന്ന ആ ഒരു പീരീഡും ഏതാണ്? ഈ ഗുപ്ത പീരീഡിലാണ് കേട്ടോ. ആര്യഭട്ട സീറോ കണ്ടുപിടിച്ച, പൈയിൻ്റെ കുറേ തിയറീസ് കൊണ്ടുവന്ന, ആസ്ട്രോണമിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് ഇൻവെൻഷൻസ് നടത്തിയ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്തു? ഈ ഒരു സമയത്ത് ഈ ഒരു ഗുപ്ത പീരീഡിലാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കുക. മാത്രമല്ല ഈ പീരീഡിൽ താമസിച്ചിരുന്ന ആൾക്കാരാണ് ദ ഗ്രേറ്റ് പോയറ്റ് എന്ന് പറയുന്ന കാളിദാസ അല്ലേ. കാളിദാസ അങ്ങനെ ഒരുപാട് പേര്. സുശ്രുത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സുശ്രുത ദ ഫാദർ ഓഫ് സർജൻ എന്നൊക്കെയാണ് പറയുന്നത്. മെഡിക്കൽ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടാക്കിയെടുത്ത ആളാണ്. പേര് കേട്ട എന്താണ് പറയുന്നത്, നമ്മുടെ ഈ വൈദ്യൻ എന്നൊക്കെ പറയുന്ന ആളാണ് സുശ്രുത. അതുപോലെ ധന്വന്തരി എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ജീവിച്ചിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്താണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ശ്രീഗുപ്തയാണ് ഫൗണ്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് റിയൽ കിങ് എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചന്ദ്രഗുപ്ത 1 ആണ്. ഇത്രത്തോളം ഇതിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണം ഇവരുടെ മാട്രിമോണിയൽ അലയൻസ് ആണ് കേട്ടോ. മാട്രിമോണിയൽ അലയൻസ് ആണ്. കാരണം ഓരോ രാജ്യത്തെയും രാജകുമാരിമാരെ കല്യാണം കഴിച്ചാണ് എന്ത് ചെയ്യുന്നത്, ആ രാജ്യം അവരെന്ത് ചെയ്യുന്നത്, സ്വന്തമാക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് വലിയൊരു കിങ്ഡം അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞത്. മാട്രിമോണിയൽ അലയൻസ് വഴിയാണ് ഇത്രത്തോളം ആ ഒരു ഫ്ലറിഷ്മെന്റ് ആർക്ക് കിട്ടുന്നത്? ഗുപ്ത എംപയറിന് കിട്ടുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളുക. ചന്ദ്രഗുപ്ത 1 ആരെയാണ് കല്യാണം കഴിച്ചതെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ആരാണ്? ലിച്ചാവി പ്രിൻസസ് കേട്ടോ. അങ്ങനെയാണ് അവർ ഇത്രത്തോളം എസ്റ്റാബ്ലിഷ് ആവുന്നത്. ലിച്ചാവീസ് പ്രിൻസസിനെയാണ് കല്യാണം കഴിക്കുന്നത് കേട്ടോ. ലിച്ചാവീസ് പ്രിൻസസ്, അതായത് ലിച്ചാവീസ് എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന നമ്മുടെ നേപ്പാൾ, ബീഹാർ ആ ഒരു ശരിക്കും ആ ഒരു സ്ഥലമാണ് കേട്ടോ. അവിടുത്തെ കുമാരദേവിയാണ് കല്യാണം കഴിക്കുന്നത്. ആരെയാണ്? കുമാരദേവിയെ. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ലിച്ചാവി പ്രിൻസസ് ആയ കുമാരദേവിയെ കല്യാണം കഴിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചന്ദ്രഗുപ്ത 1 ആണ്. ഓക്കെ, ചന്ദ്രഗുപ്ത 1 ആണ് ലിച്ചാവി പ്രിൻസസ് ആയ കുമാരദേവിയെ കല്യാണം കഴിക്കുന്നത്. അവരിലുണ്ടായ കുഞ്ഞാണ് ആരെന്ന് പറയുന്നത്? സമുദ്രഗുപ്ത. ഓക്കെ, രണ്ടാമത്തെ കിങ് ആയിട്ടുള്ള സമുദ്രഗുപ്ത ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ സമുദ്രഗുപ്തയും ഈ ഒരു കാലഘട്ടത്താണെന്ന് മനസ്സിലാക്കിക്കോളുക കേട്ടോ. അപ്പൊ ലിച്ചാവി പ്രിൻസസ് ആയിട്ടുള്ള കുമാരദേവിയെ കല്യാണം കഴിക്കുന്ന ചന്ദ്രഗുപ്ത 1 ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സമുദ്രഗുപ്ത ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അതുപോലെ തന്നെ മഹാരാജാധിരാജ് എന്ന് പറഞ്ഞ ടൈറ്റിൽ ആദ്യമായിട്ട് കിട്ടുന്നത് മഹാരാജാധിരാജ് എന്ന് പറയുന്ന കിങ് ഓഫ് കിങ്സ് എന്ന് പറയുന്നതാണ് മഹാരാജാധിരാജ്. അങ്ങനെ ടൈറ്റിലുള്ള ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരാണ്? ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ് കേട്ടോ. ചന്ദ്രഗുപ്ത 1 ആണ് കേട്ടോ. അത്രയും പോയിന്റ് അവിടെ ആലോചിക്കില്ലേ? അത്രയും പോയിന്റ് അവിടെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ. അത്രയും പോയിന്റ് അവിടെ ജസ്റ്റ് ഒന്ന് ഗുപ്ത എംപയറിനെ പറ്റിയിട്ട് അറിയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്സ് ഓഫ് ഗുപ്ത എംപയർ വാസ് ഓൾസോ എ ഗുഡ് വീണ പ്ലെയർ? നല്ല വീണ പ്ലെയർ എന്നറിയപ്പെടുന്നത് ആരെന്നാണ് ചോദിക്കുന്നത്. ആരാണത്?
അതാരാണ്? സമുദ്രഗുപ്തയാണ് കേട്ടോ. സമുദ്രഗുപ്ത ആരാണ്? ചന്ദ്രഗുപ്ത 1ന്റെ മകനാണ് സമുദ്രഗുപ്ത. അപ്പൊ വീണ പ്ലെയർ ആയിട്ട് പറയുന്നത് ആരെയാണ്? സമുദ്രഗുപ്തയാണ്. ഓൾസോ ഹി ഈസ് നോൺ ആസ് ദ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ. ആരാണ്? നെപ്പോളിയൻ ഓഫ് ഇന്ത്യ. ഏറ്റവും ഗ്രേറ്റസ്റ്റ് റൂളർ ആണ് കേട്ടോ. ഗുപ്ത എംപയറിൽ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് റൂളർ എന്ന് പറയുന്നത് സമുദ്രഗുപ്തയാണ്. നെപ്പോളിയൻ ഒരുപാട് വാർഫെയർ ടെക്നിക്സ് ഒക്കെ, കുറെ ഗൊറില്ല വാർ പോലെയുള്ള കുറേ സംഭവങ്ങൾ, ഇങ്ങനെ വാറിന് വേണ്ടിയിട്ടൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്ത ആളാണ്. ഏറ്റവും ഗ്രേറ്റസ്റ്റ് കിങ് ആയിട്ടാണ് ഈ പറയുന്ന സമുദ്രഗുപ്ത അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നാണ് സമുദ്രഗുപ്ത അറിയപ്പെടുന്നത് കേട്ടോ. സമുദ്രഗുപ്ത അറിയപ്പെടുന്നത്. പുള്ളിയുടെ ഇതിനെന്താ പറയുക നമ്മൾ? ഇൻസ്ക്രിപ്ഷനെ പറയുന്ന പേരെന്താണ്? അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. അതും ആലോചിക്കുക. ആരുടെയാണ്? സമുദ്രഗുപ്തയുടെ പില്ലർ ഇൻസ്ക്രിപ്ഷനെ പറയുന്നത് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്നാണ്. അത് ആരാണ് ചെയ്തതെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ആരാണ്? കോർട്ട് പോയറ്റ് ആയിട്ടുള്ള ഹരിസേനയാണ് കേട്ടോ. ആരാണ്? കോർട്ട് പോയറ്റ് ആയിട്ടുള്ള ഹരിസേനയാണ് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രയാഗ് പ്രശസ്തി എന്നൊക്കെ പറയും അല്ലേ? എന്താ പറയുന്നത്? പ്രയാഗ് പ്രശസ്തി എന്ന് നമ്മൾ പറയും. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രയാഗ്. അലഹബാദിന്റെ ഇപ്പോഴത്തെ പേര് പ്രയാഗ്രാജ് അല്ലേ? അപ്പൊ പ്രയാഗ് പ്രശസ്തി എഴുതിയിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ഹരിസേനയാണ്. കോർട്ട് പോയറ്റ് ഓഫ് സമുദ്രഗുപ്തയാണെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ഇതെവിടെയാണ് ശരിക്കും അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ? ഒരു അശോക പില്ലറിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അശോക പില്ലറിൽ. ഓക്കെ, ആ പോയിന്റും ജസ്റ്റ് അവിടെ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഭുക്തി, ഭോഗ, വിഷയ, വീതി ആൻഡ് മണ്ഡൽ വേർ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ഇൻ ദ ഓക്കെ, എന്താണ് ഭുക്തി, ഭോഗ, വിഷയ, വീതി ആൻഡ് മണ്ഡൽ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഈ 5 വാക്കുകൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ഇൻ ഗുപ്ത പീരീഡ് ആണോ? ഗ്രേറ്റ് സെയിൻസ് ഓഫ് മൗര്യൻ പീരീഡ് ആണോ? റിച്വൽസ് ആണോ? മിനിസ്റ്റേഴ്സ് ആണോ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഭുക്തി, ഭോഗ, വിഷയ, വീതി, മണ്ഡൽ ഇതെല്ലാം എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ഇൻ ഗുപ്ത പീരീഡ് ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഭരിക്കേണ്ടതായിട്ടുള്ള കുറേ പ്ലേസസിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്നാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഓക്കെ ആണോ അത്? ഓക്കെ, ഈ ഭുക്തി ഭോഗിയൊക്കെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഭുക്തിയും ഭോഗിയെയും എന്താണ് ശരിക്കും പ്രൊവിൻസസ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. എന്താണ്? പ്രൊവിൻസസ്, വലിയ ഏരിയകളെയാണ് ഭുക്തി ഭോഗ എന്ന് പറയുന്നത്. ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് വിസയ എന്ന് പറയുന്ന ഒരു പ്ലേസ് ആക്കിയിട്ടുണ്ട്. അതായത് ഒരു പ്രദേശം എന്നുള്ള രീതിയിലേക്ക്, പ്രദേശ എന്നാണ് മറ്റൊരു പേര്, അപ്പൊ പ്രദേശമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ആദ്യം ഈ 2 ഏരിയനെ ഡിവൈഡ് ചെയ്ത് വിസയ ആക്കിയിട്ടുണ്ട്. കുറെ അവിടെ വേറൊരു അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് കുറെ ഏരിയ വീതിയായിട്ട് തിരിച്ചിട്ടുണ്ട്. വീതി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് അല്ലെങ്കിൽ റോഡ് വേസ് ആയിട്ടുള്ള ഏരിയകളെയാണ് സ്ട്രീറ്റ്, വീതി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, സ്ട്രീറ്റുകളാണ്. മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡലങ്ങൾ, ഓരോ സെന്റേഴ്സ്, യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ പറയും കേട്ടോ. മണ്ഡലങ്ങളെ ആയിട്ടാണ് പറയുന്നത്. മണ്ഡലം, റീജിയൻ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റുകൾ എന്ന് നമ്മൾ പറയും. റീജിയൻ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസിനെ തിരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഓരോ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ഡിപ്പാർട്ട്മെന്റ് പോലെ തിരിച്ചിട്ട് അവിടെ ആൾക്കാരെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഇരുന്ന് ഭരിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ആ ഒരു പോയിന്റ് ആണ് മനസ്സിലാക്കുക. ഭുക്തി ഭോഗ പ്രൊവിൻസസ് ആണ്, വിസയ ഒരു പ്രദേശമാണ്, അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് വീതിയും മണ്ഡലവും ആക്കിയിട്ടുണ്ട്. അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനും ഗുപ്ത പീരീഡ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളുക കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് സയൻസ് ഓഫ് മൗര്യൻ പീരീഡ് അല്ല, റിച്വൽസ് അല്ല, ഇതൊന്നും അല്ല. മൗര്യൻ പീരീഡ് നിങ്ങൾക്ക് അറിയാലോ, അതും ഏറ്റവും നല്ലൊരു പീരീഡ് ആയിരുന്നു. അതിൽ ചന്ദ്രഗുപ്ത മൗര്യനൊക്കെയാണ് അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. മൗര്യൻ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ചന്ദ്രഗുപ്ത മൗര്യയാണ് കേട്ടോ. ചന്ദ്രഗുപ്ത മൗര്യനാണ് ഏറ്റവും നല്ലൊരു കിങ് ആയിരുന്നു ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത് കേട്ടോ. വലിയൊരു കിങ് ആയിരുന്നു. എന്ത് ചെയ്ത് മൗര്യൻ ഡൈനാസ്റ്റി വരുന്ന അറിയാലോ, നന്ദ ഡൈനാസ്റ്റിയെ മാറ്റിക്കൊണ്ടാണ്. നന്ദ ഡൈനാസ്റ്റി, ധനനന്ദ എന്ന് പറയുന്ന ആളെ തോൽപ്പിച്ചുകൊണ്ടാണ് മൗര്യൻ കിങ്ഡം എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. ആരുടെ തന്ത്രങ്ങളിലൂടെ? ചാണക്യ, അല്ലെങ്കിൽ ചാണക്യ തന്ത്രങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചാണക്യ, കൗടില്യ, വിഷ്ണുഗുപ്ത എന്നൊക്കെ അറിയപ്പെടുന്ന ചാണക്യന്റെ തന്ത്രങ്ങളിലൂടെയാണ് മൗര്യൻ കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ ചാണക്യ ആരുടെ കോർട്ടിലായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടിലാണ് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ചന്ദ്രഗുപ്തന്റെ മകന്റെ പേരെന്താണ്? മകന്റെ പേര് ബിന്ദുസാരയാണ്. ബിന്ദുസാര, ചന്ദ്രഗുപ്ത മൗര്യയുടെ മകന്റെ പേര് ബിന്ദുസാര എന്നാണ്. ബിന്ദുസാരയുടെ മകന്റെ പേരാണ് നമ്മുടെ അശോക, ദ ഗ്രേറ്റ് കിങ് അശോക. ഓക്കെ, അപ്പൊ അശോകൻ ഒരു മൗര്യൻ കിങ് ആണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കോണം കേട്ടോ. അപ്പൊ ആ ഒരു 3 പേര് അവിടെ നിങ്ങൾ ആലോചിച്ച് വെക്കണം. മൗര്യനിലാണ് ചന്ദ്രഗുപ്ത മൗര്യ, ചന്ദ്രഗുപ്ത മൗര്യന്റെ മോൻ ബിന്ദുസാര, ബിന്ദുസാരയുടെ മകൻ അശോക ഉള്ളതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളുക കേട്ടോ.
ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ് അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഡോട്ടർ ഓഫ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് ഇൻ ഇയർലി ഇന്ത്യൻ ഹിസ്റ്ററി, ചന്ദ്രഗുപ്ത ടു. നമ്മൾ നേരത്തെ പറഞ്ഞു ചന്ദ്രഗുപ്ത 1 അല്ലേ, ചന്ദ്രഗുപ്ത 1 പറഞ്ഞു, ചന്ദ്രഗുപ്ത 1 പറഞ്ഞു. ചന്ദ്രഗുപ്ത 1ന്റെ മകൻ ആരാണെന്ന് പറഞ്ഞു? സമുദ്രഗുപ്തയാണെന്ന് പറഞ്ഞു, സമുദ്രഗുപ്ത. ഇത് കഴിഞ്ഞിട്ട് സമുദ്രഗുപ്തന്റെ മകനാണ് ആരെന്ന് പറയുന്നത്? ചന്ദ്രഗുപ്ത 2 സെക്കൻഡ്. അതാണ് നമ്മൾ ഈ ഫസ്റ്റും സെക്കൻഡും പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റും ഉണ്ട് സെക്കൻഡും ഉണ്ട്. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മറ്റൊരു പേരെന്താണ്? വിക്രമാദിത്യ. ആരാണ്? വിക്രമാദിത്യ എന്നാണ് കേട്ടോ. വിക്രമാദിത്യയാണ് ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മകന്റെ പേര്, വിക്രമാദിത്യയാണ്. വിക്രമാദിത്യന്റെ ഇപ്പോൾ ചന്ദ്രഗുപ്ത 2ന്റെ മകളുടെ പേരാണ് ചോദിക്കുന്നത്, ഡോട്ടറിന്റെ പേരാണ് ചോദിക്കുന്നത്, ഡോട്ടറിന്റെ പേരാണ് ചോദിക്കുന്നത്. ഓക്കെ, ഡോട്ടറിന്റെ പേരെന്താണ്? പ്രഭാവതി ഗുപ്തയാണ് കേട്ടോ. എന്താണ്? പ്രഭാവതി ഗുപ്തയാണ്, പ്രഭാവതി ഗുപ്തയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. അപ്പോൾ വിക്രമാദിത്യ, ചന്ദ്രഗുപ്ത 2 ഏറ്റവും പിന്നെ ഫേമസ് ആയിട്ടുള്ള കിങ് ആണ്. ഏതെന്ന് പറയാൻ ചന്ദ്രഗുപ്ത 2 വിക്രമാദിത്യ എന്നറിയപ്പെടുന്നതാണ്. ഏറ്റവും ഫേമസ് ആവാൻ കാരണം പുള്ളിയുടെ കോർട്ടിൽ ആരുണ്ടായിരുന്നു? നവരത്നാസ് ഉണ്ടായിരുന്നു, 9 ജെംസ്. നമ്മുടെ അക്ബറിന്റെ കോർട്ടിലാണ് നമ്മൾ നവരത്നാസ് പഠിക്കുന്നത്. പിന്നെ നവരത്നാസ് ഉണ്ടായിരുന്ന കോർട്ടാണ് ആൻഷ്യന്റ് ഇന്ത്യയിൽ ആരുടെ? ചന്ദ്രഗുപ്ത 2ന്റെ കോർട്ടിലാണ് നവരത്നാസ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാളായിരുന്നു ആരെന്ന് പറയുന്നത്? കാളിദാസ. നിങ്ങൾക്കറിയാമല്ലോ, അഭിജ്ഞാന ശാകുന്തളം, മാളവിക അഗ്നിമിത്രം, അതുപോലെയുള്ള പല ഏറ്റവും പ്രധാനപ്പെട്ട കാവ്യങ്ങൾ എഴുതിയിട്ടുള്ള ഗ്രേറ്റ് പോയറ്റ് ആയിട്ടുള്ള കാളിദാസ ജീവിച്ചിരുന്ന സമയം ആരുടെയാണ്? ചന്ദ്രഗുപ്ത 2ന്റെ കോർട്ടിലായിരുന്നു. നവരത്നങ്ങളിൽ ഒന്നായിരുന്നു കാളിദാസ. ഓക്കെ, ആ പോയിന്റ് ആലോചിക്കണം. അതുപോലെ തന്നെ വരാഹമിഹിര, അടുത്ത അറിയേണ്ട പേരാണ് വരാഹമിഹിര. ആരാണ് വരാഹമിഹിര? ബൃഹത് സംഹിത എഴുതിയ ആളാണ്. ബൃഹത് സംഹിത എന്ന് പറയുന്ന അസ്ട്രോണമിക്കൽ ആയിട്ടുള്ള ഒരു കഥയാണ്, അസ്ട്രോണമിക്കൽ ആയിട്ടുള്ള ഒരു ബുക്കാണ്, ഫിലോസഫിക്കൽ ബുക്കാണ്. വരാഹമിഹിര താമസിച്ചിരുന്ന എന്താണ്? ഈ നവരത്നങ്ങളിൽ ഒരാളാണ് കേട്ടോ. നവരത്നങ്ങളിൽ ഒരാളാണ് വരാഹമിഹിര. കാളിദാസ, അതുപോലെ അമരസിംഹ. അമരസിംഹ ലെക്സിക്കോഗ്രാഫർ ആണ്. അമരസിംഹ ആരാണ്? ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി കമ്പൈൻ ചെയ്യുന്ന ആളല്ലേ. ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി എഴുതുന്ന ആള്. പുള്ളിയുടെ ഡിക്ഷണറിയുടെ പേരാണ് അമരഘോഷ. അമരഘോഷ. അപ്പൊ ആ പോയിന്റും കൂടെ അവിടെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ വരാഹമിഹിരയുടെ ബുക്കാണ് ബൃഹത് സംഹിത, അമരസിംഹയുടെ ബുക്കാണ് അമരഘോഷ. ഓക്കെ, അമരഘോഷ. ഓക്കെ, അപ്പൊ അതൊക്കെ നവരത്നാസ് ആയിരുന്നു. നമ്മുടെ ആരുടെ കോർട്ടിലെ? ചന്ദ്രഗുപ്ത 2 വിക്രമാദിത്യന്റെ കോർട്ടിലെ നവരത്നാസ് ആയിരുന്നു ഇവരെല്ലാ പേരും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രഭാവതി ആരുടെ മകളാണ്? ചന്ദ്രഗുപ്ത 2ന്റെ മകളാണ്. ആരുടെ മകളാണെന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നാഗ ഡൈനാസ്റ്റിയിലെ കുബേരനാഗയുടെയും കൂടെ മകളാണ് കേട്ടോ. അതായത് ചന്ദ്രഗുപ്ത 2 എന്ന് പറയുന്ന ആളുടെയും ഇത് സ്ത്രീയുടെ പേരാണ് കേട്ടോ. അതായത് ഭാര്യയുടെ പേരാണ് കുബേരനാഗ. അതായത് ശരിക്കും പറഞ്ഞാൽ ചന്ദ്രഗുപ്ത, ഞാൻ പറഞ്ഞില്ലേ, മാട്രിമോണിയൽ അലയൻസ് വഴിയാണ് ഗുപ്ത ഇത്രത്തോളം ഫേമസ് ആവാൻ കാരണം. നാഗ ഡൈനാസ്റ്റി അന്ന് ഏറ്റവും വലിയ ഒരു ഗ്രൂപ്പായിരുന്ന നാഗ എത്നിക്കൽ ഗ്രൂപ്പിൽ നിന്ന് കല്യാണം കഴിച്ച ആളാണ് ആര്? ചന്ദ്രഗുപ്ത 2. അപ്പൊ ചന്ദ്രഗുപ്ത 2 നാഗ ഡൈനാസ്റ്റിയിൽ കുബേരനാഗ എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചാണ് ഡോട്ടറായിട്ടുള്ള പ്രഭാവതി ഗുപ്തയെ എന്ത് ചെയ്യുന്നത്? മകളായിട്ട് കിട്ടുന്നത് കേട്ടോ, പ്രഭാവതി ഗുപ്ത. ഇനി അടുത്ത് ചോദിക്കും, പ്രഭാവതി ഗുപ്ത പിന്നെ മാരി ചെയ്യുന്ന ആരെയാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അത് വഗടക ഡൈനാസ്റ്റി. വഗടക ഡൈനാസ്റ്റിയിലെ ആരെയാണ്? രുദ്രസേന 2നെയാണ് കേട്ടോ. രുദ്രസേന 2നെയാണ്. വഗടക ഡൈനാസ്റ്റിയിലെ രുദ്രസേന 2നെയാണ് ആര് കല്യാണം കഴിക്കുന്നത്? പ്രഭാവതി ഗുപ്ത കല്യാണം കഴിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. പ്രഭാവതി ഗുപ്ത കല്യാണം കഴിക്കുന്നത് വഗടക ഡൈനാസ്റ്റിയിലെ രുദ്രസേന 2നെയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ്സ് അവിടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ധ്രുവദേവി എന്ന് പറയുന്ന ഒരാളെയും കൂടെ ആര് കല്യാണം കഴിച്ചിട്ടുണ്ട്? ഈ നമ്മുടെ വിക്രമാദിത്യൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. ധ്രുവദേവിയെ അതുപോലെ കുബേരനാഗയും കല്യാണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി? ഇതിൽ ഏതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലാത്തത്? ഏതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലാത്തത്? ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലതും അറിയായിരിക്കും. ഈ പറയുന്ന പ്രൊഹിബിഷൻ ഓഫ് ഹ്യൂമൻ ട്രാഫിക് ആൻഡ് ചൈൽഡ് ലേബർ, അത് ഏതിൽ വരുന്നതാണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലേ. ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ്, പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ചൈൽഡ് ലേബറും വരുന്നത്. എത്രാമത്തെ ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 23 ആർട്ടിക്കിൾ 24 അല്ലേ.
ആർട്ടിക്കിൾ 23 പ്രൊഹിബിഷൻ ഓഫ് ഹ്യൂമൻ ട്രാഫിക്കും ചൈൽഡ് ലേബർ 24 ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം അവിടെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ അകത്താണ് ഏത് വരുന്നത്, ഈ പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കിംഗ് 23-ലും ചൈൽഡ് ലേബർ 24-ലും വരുന്നത്. അപ്പോൾ അതല്ലേ ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി, നോട്ട് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ വരേണ്ടത്. അപ്പോൾ അതാണ് കേട്ടോ വരേണ്ടത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലാത്തത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ റൈറ്റ്സിന് പൊതുവേ ഒരു ഡെഡിക്കേറ്റഡ് ചാപ്റ്റർ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് പാർട്ട് 4A എന്ത് വരുന്നത്, പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. ഓരോ ആൾക്കാരും പാലിക്കേണ്ടതായിട്ടുള്ള കുറേ ഡ്യൂട്ടീസ് വരുന്നത് അല്ലേ. പാർട്ട് 4A 51A എന്ന് പറയുന്ന അമെൻമെന്റ് വഴി അല്ലേ. 51A എത്രാമത്തെ അമെൻമെന്റ് വഴി, 42nd അമെൻമെന്റ് ആക്ട്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42nd അമെൻമെന്റ് ആക്ട് 1976 വഴിയാണ് ഏത് വരുന്നത്, ഈ പറയുന്ന പാർട്ട് 4A ഡെഡിക്കേറ്റഡ് ടു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിനെ ആര് കൊണ്ടുവരുന്നത്, സ്വരൺ സിംഗ് കമ്മിറ്റി കൊണ്ടുവരുന്നത് അല്ലേ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ആരാണ് കൊണ്ടുവരുന്നത്, സ്വരൺ സിംഗ് കമ്മിറ്റി. ഏത് സമയത്ത്, 42nd അമെൻമെന്റ് ആക്ട് 1976 പ്രകാരം പാർട്ട് 4A 51 അമെൻമെന്റ് ആക്ട് വഴി ഏത് കൊണ്ടുവരുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക കേട്ടോ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ ഐഡിയാസ് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, USSRൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഐഡിയ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് USSRൽ നിന്നാണെന്നുള്ളൊരു കാര്യവും അവിടെ മനസ്സിലാക്കിക്കോളുക കേട്ടോ. അപ്പോൾ എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് നമുക്ക് ആദ്യം തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ടൈമിൽ എത്രയായിരുന്നു, A2 10 ഉണ്ടായിരുന്നത്, A2 J എന്ന് പറയുന്ന രീതിയിൽ കേട്ടോ 10 ആദ്യം തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അവസാനം 11ാമതായിട്ട് ആഡ് ചെയ്തത് K എന്ന് പറയുന്ന രീതിയിൽ 11ാമതായിട്ട് ആഡ് ചെയ്യുന്നത് 86th അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്. 86th അമെൻമെന്റ് ആക്ട് 2002 വഴിയാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സമയത്ത് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസേ ഉണ്ടായിരുന്നുള്ളൂ, A2 J എന്ന് പറയുന്ന രീതിയിൽ. അത് കഴിഞ്ഞ് K ആയിട്ടുള്ള 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്യുന്നത് 86th അമെൻമെന്റ് ആക്ട് 2002 വഴിയാണെന്നുള്ള പോയിന്റ് ആലോചിക്കുക. അങ്ങനെ ആകെ മൊത്തം 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമുക്കുള്ളത്. എത്രയാണ്, 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമുക്കുള്ളത്. ആ 11 ഇവിടെ കൊടുത്തിരിക്കുന്നത്, 11 ഇവിടെ കൊടുത്തിരിക്കുന്നത് ABCDEFGHIJK. ഈ K വരെയുള്ള 11 നിങ്ങൾ കാണാതെ തന്നെ അറിഞ്ഞിരിക്കണം. കാരണം പല രീതിക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയായിട്ട് ഒരുപാട് ട്രിക്സ് ഒക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്, 11 ഉള്ളത്, അത് A2 K എന്നുള്ള രീതിയിൽ തന്നെ ഓർമ്മിച്ചിരിക്കുന്ന രീതിയിൽ A4 എന്താണ്, B4 എന്താണ്, C4 എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ ആ ഒരു വേർഡ് മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി, ബാക്കി എല്ലാം നിങ്ങൾ പഠിക്കണം. അതായത് A4 എന്താണ്, അബൈഡ് ചെയ്യുക അല്ലെങ്കിൽ ആന്തം എന്ന് ആലോചിക്കുക. അതായത് നമ്മുടെ പബ്ലിക് ഫ്ലാഗ്സ്, നാഷണൽ ഫ്ലാഗിനെയും നാഷണൽ ആന്തമിനെയും ഒക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അബൈഡ് ചെയ്യണം. നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അതിനെ അതിൻ്റെ രീതിയിൽ സ്വീകരിക്കണം, ആ ഐഡിയൽസിനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് അതിൽ പറയുന്നത് കേട്ടോ. അബൈഡ് ചെയ്യണം. അപ്പോൾ A4 അബൈഡ് തന്നെയാണ്, അല്ലെങ്കിൽ ആന്തം എന്ന് ആലോചിച്ചിരിക്കുക. B എന്ന് പറയുന്നത് എന്താണ്, B എന്ന് പറയുന്നത് ബാപ്പു എന്നുള്ള കാര്യം ആലോചിക്കുക. ബാപ്പുജി എന്ന് പറയുന്നത് ഗാന്ധിജി. അപ്പം ഇതിൽ എന്താണ് പറയുക, ബാപ്പുജി, ബോസ്, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെയൊക്കെ ഉള്ള നോബിൾ ഐഡിയാസ്, നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡത്തിന് ഉണ്ടായിരുന്ന ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുക. അതായത് ഫ്രീഡം ഫൈറ്റ് ചെയ്ത ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. അത് ബാപ്പുജി എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുക. അപ്പം ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയൽസ്, ബാപ്പുജിയുടെ ഐഡിയാസ് ആണ്, ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. അവരുടെ കാര്യങ്ങളെ ഇൻസ്പയർ ചെയ്ത ആൾക്കാരെ, നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡത്തിന് വേണ്ടി ഇൻസ്പയർ ചെയ്തവരെ ചെറിഷ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നാഷണൽ ഫ്രീഡത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, ഫ്രീഡം ഫൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് ബാപ്പുജി എന്നുള്ള രീതി ആലോചിക്കുക. C എന്താണ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രി എന്ന് ആലോചിക്കുക. കൺട്രീസ് യൂണിറ്റി, സോവറിനിറ്റി, ഇൻറ്റഗ്രിറ്റി. കൺട്രിയുടെ യൂണിറ്റി, കൺസോൾട്ടേഷൻ എന്ന് നമ്മൾ പറയും, കൺസോൾട്ടേഷൻ എന്ന് പറയും. എല്ലാത്തിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുക, ഒത്തുചേർന്നിട്ടുള്ള ഒരു ഭാവം, കൺസോളിഡേഷൻ. C എന്ന് പറയുന്നത് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ കൺട്രീസ് യൂണിറ്റി, സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞ് ആലോചിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഇത്രയും പഠിച്ചതായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാണ്. D എന്ന് തന്നെയാണ്, D ഡിഫെൻഡ് ചെയ്യുക. കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കാൾഡ് അപ്പോൺ. സോ എവിടെയാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. E എന്ന് പറയുന്നത് എന്താണ്, E എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി എന്ന് ആലോചിക്കുക. ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരുടേതായ ഒരു ഫ്രീഡം ഉണ്ടായിരിക്കണം. അതായത് ബ്രദർഹുഡ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദർഹുഡ് ഉണ്ടാവണം.
ബ്രദർഹുഡ്, ഇക്വാളിറ്റി വിത്ത് ബ്രദർഹുഡ് എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ബ്രദർഹുഡ് ആണ്, അതായത് റിലീജിയസ് ആയിട്ടും ലിംഗ്വിസ്റ്റിക് ആയിട്ടും റീജിയണൽ ആയിട്ടും സെക്ഷണൽ ആയിട്ടും എല്ലാം നമ്മളൊരു ഇക്വാലിറ്റി കീപ്പ് ചെയ്യണം. അതുപോലെ വിമണിനെ ഡിഗ്നിറ്റി എന്ന് വെച്ചാൽ വിമണിന്റെ ഡിഗ്നിറ്റി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കാത്തു രക്ഷിക്കണം എന്നൊക്കെ ഉള്ളൊരു കുറേ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു ഇക്വാലിറ്റി കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊമോട്ട് ഹാർമണി എന്നുള്ളൊരു പോയിന്റ് അവിടെ ആലോചിക്കുക. ഹാർമണി പ്രൊമോട്ട് ചെയ്യുക, ബ്രദർഹുഡ് പ്രൊമോട്ട് ചെയ്യുക. ഇ ഫോർ ബ്രദർഹുഡ് അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. ഈ എല്ലാം ഇ എന്ന് പറയാം, ആ ഒരു ലെറ്റേഴ്സ് വെച്ച് തന്നെ ആലോചിച്ച് പോവുക. എഫ് എന്താണ്? എഫ് എന്ന് പറയുമ്പോൾ ഫോർട്ട് എന്ന് ആലോചിക്കുക. ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോണിമെന്റ്സ് അല്ലേ, ഫോർട്ടുകൾ. ഓരോ ഫോർട്ടുകളുണ്ട്, മോണിമെന്റ്സ് ഉണ്ട്, അതായത് നമ്മുടെ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് സൈറ്റുകൾ എന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെയുള്ള റിച്ച് ഹെറിറ്റേജുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മുടെ കൾച്ചറിന് വേണ്ടിയായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന ഓരോ സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. വാല്യൂ ചെയ്യുക അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, മോണിമെന്റ്സിനെയൊക്കെ. അതാണ് എഫിൽ പറയുന്നത്. അത് കഴിഞ്ഞ് ജി എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ. ഗ്രീൻ എന്ന് ആലോചിക്കുക. ജി ഫോർ ഗ്രീൻ എന്ന് ആലോചിക്കുക. അപ്പോൾ എന്താ ആലോചിക്കണം? ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റ്, ലേക്ക്, എൻവിയോൺമെന്റ്. ഗ്രീൻ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാലോ, നാച്ചുറൽ എൻവിയോൺമെന്റിനെ കാത്തു സൂക്ഷിക്കണം. അതായത് നമ്മുടെ പരിസര പ്ലേസസ്, അതുപോലെ തന്നെ ഈ പറയുന്ന വൈൽഡ് ലൈഫ്, ഫോറസ്റ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ലിവിങ് ക്രിയേച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള പറയുന്നതാണ്. ഗ്രീൻ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ എൻവിയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. എഫ് എന്ന് ആലോചിക്കുമ്പോൾ ഫോർട്ട് എന്ന് ആലോചിക്കുക. അപ്പോൾ എന്താണ്? മോണിമെന്റ്സ്, ഫോർട്ടുകൾ, അങ്ങനത്തെ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആലോചിക്കുക. എച്ച് എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹ്യൂമാനിസം. ഹ്യൂമാനിസം സയന്റിഫിക് ടെമ്പർ, ടു ഡെവലപ്പ് ദ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ടെമ്പർ. ഹ്യൂമാനിസം സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് പെർഫോമൻസ് ആലോചിക്കുക. ഹ്യൂമാനിസം കീപ്പ് ചെയ്ത് പോകാം. നമ്മുടെ നമ്മുടെ സൊസൈറ്റിയിൽ പാലിക്കേണ്ടതായിട്ടുള്ള കുറേ ടെമ്പർ, സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആൻഡ് ഹ്യൂമാനിസം മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, സോഷ്യൽ മെത്തേഡ്സ് ഉണ്ട്. അതങ്ങനെ തന്നെ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് ഐ ഫോർ ഐ എന്ന് പറയുന്നത്. I for I, and I for I എന്ന് പറഞ്ഞാൽ to safeguard public property and to absorb violence. സേഫ് ഗാർഡ് ചെയ്യുക പബ്ലിക് പ്രോപ്പർട്ടി. നമ്മൾ എന്തെങ്കിലും സാധനം നശിപ്പിച്ചാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഐ ഫോർ ആൻഡ് ഐ കൊടുക്കാൻ പറ്റണം. ഐ എന്ന് പറയുമ്പോൾ ഐ ഫോർ ആൻഡ് ഐ എന്ന് ആലോചിക്കുക. സേഫ് ഗാർഡ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. ഓരോ സാധനം നശിപ്പിക്കുന്നെങ്കിൽ അതിനെപ്പറ്റി പറയാനുള്ള അവകാശമുണ്ട്. ഒരു വയലൻസ് നമ്മളെ കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇനി അടുത്ത് ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നാണ് പറയുന്നത്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. ജെ എന്ന് പറഞ്ഞാൽ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്പെയേഴ്സ്. എല്ലാത്തിലും എക്സലൻസ് ഉണ്ടാവുക എന്നുള്ള മീനിങ്. ജാക്ക് ഓഫ് ഓൾ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതല്ലേ ഉദ്ദേശിക്കുന്നത്? എക്സലൻസ് ഇൻ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി അറ്റ് ഹയർ ലെവൽസ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. കെ ഫോർ എന്താണ്? കിഡ്സ് അല്ലെങ്കിൽ നോളജ് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. കിഡ്സ്, നോളജ്. അപ്പോൾ അതിന് എന്താ മീൻ ചെയ്യുന്നത്? ഈ പറയുന്ന കെ എന്ന് പറയുന്നത് 86th അമെൻമെന്റ് ആക്ട് വഴി വന്നതല്ലേ 2002. അതെന്താണ് കൊണ്ടുവന്നത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലേ കൊണ്ടുവന്നത് ആ സമയത്ത്. ഫണ്ടമെന്റൽ റൈറ്റ് അതിൽ 21A ആക്ട് ആഡ് ചെയ്തു. അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ 51A കെ എന്ന് പറയുന്ന പോർഷൻ ആഡ് ചെയ്തു. ഇതിന് എന്തിനെ പറ്റിയാണ് പറയുന്നത്? എഡ്യൂക്കേഷൻ. ഇതിലെന്താ പറയുന്നത് ചോദിച്ചാൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ആരും കൂടെ ഉത്തരവാദിത്തം ഉണ്ട്? നമ്മുടെ പാരൻസിന് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനാണ്. പാരൻസ് മസ്റ്റായിട്ടും 6 to 14 വയസ്സ് വരെയുള്ള കുട്ടികളെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. കിഡ്സിന് നോളജ് കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റിൽ 21A പ്രകാരം കമ്പൽസറി എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറയുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ അത് പാരൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് എടുത്ത് ചേർക്കുന്നത്. ഇതെല്ലാം 86th അമെൻമെന്റ് ആക്ട് വഴിയാണ് ഈ രണ്ട് സാധനവും വന്നോന്നുള്ളൊരു പോയിന്റ് ആലോചിക്കുക. അങ്ങനെ A to K എന്നുള്ള രീതിയിൽ നിങ്ങൾ ബാക്കി എല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. A to K എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മിച്ചിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് അവിടെ ആലോചിക്കുക. പിന്നെ മനസ്സിലാക്കുക, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ പോലെ ഒരു പബ്ലിക് ഒഫൻസ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നോൺ എൻഫോഴ്സിയബിൾ ആണെന്ന് നമുക്ക് പറയാം. എന്താണ് നോൺ എൻഫോഴ്സിയബിൾ? നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്ത് ഈ ഒരു ആക്ട്, ഈ ഒരു ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അവർ മനസ്സിലാക്കി ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരെ പണിഷ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നോൺ എൻഫോഴ്സിബിൾ ആണ്. ഫൈനോ പെനാൽറ്റിയോ ഒന്നും നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൊടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന് വേണ്ടിയായിട്ട് ആക്റ്റുകൾ ഇറക്കാറുണ്ട്. സെപ്പറേറ്റ് ആക്റ്റായിട്ട് ഇറക്കി കഴിഞ്ഞാൽ, പാർലമെന്റ് ആക്റ്റായിട്ട് ഇറക്കി കഴിഞ്ഞാൽ അതിനൊക്കെ എന്തുണ്ട്? പണിഷ്മെന്റ് ഉണ്ട്. പക്ഷെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പൊതുവെ എന്ത് പറയുന്നില്ല? നോൺ എൻഫോഴ്സിബിൾ എന്നാണ് നമ്മൾ പറയുന്നത്. ആരെയും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കേണ്ട സാധനമല്ല, അത് സ്വന്തമായിട്ട് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. ഫൈൻ അല്ലെങ്കിൽ പെനാൽറ്റി നമുക്കതിന് കൊടുക്കാനായിട്ട് പറ്റില്ല. സാങ്ഷൻലെസ് ഡ്യൂട്ടീസ് ആണെന്ന് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറയാം? സാങ്ഷൻലെസ് ഡ്യൂട്ടീസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ആ പോയിന്റ് അവിടെ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം.
ഇനി as per provisions given in Article 76 of the Indian Constitution, the President shall appoint a person as Attorney General for India who is qualified to be എന്താണെന്നാണ് ചോദിക്കുന്നത്. 76 of Article Indian Constitutionൽ 76 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അറ്റോർണി ജനറലിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. അറ്റോർണി ജനറലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 76 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ആരാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഇപ്പോഴത്തെ? ആരാണ് അറ്റോർണി ജനറൽ? ആർ വെങ്കട്ടരമണിയാണ് കേട്ടോ. ആർ വെങ്കട്ടരമണിയാണ് നമ്മുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ആർ വെങ്കട്ടരമണിയാണ് ഇപ്പോഴത്തെ നമ്മുടെ അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ. അപ്പം ഇതിൽ പറയുന്നത് എന്താണ്? ഒരു പ്രസിഡന്റ് ഷോൾ അപ്പോയിന്റ് എ പേഴ്സൺ ആസ് അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ ഹു ഈസ് ക്വാളിഫൈഡ് ടു ബി. എന്തായിട്ടാണ് അവർ ക്വാളിഫൈ ചെയ്യുന്നത്? അറ്റോർണി ജനറൽ എന്തിനായിട്ടാണ് ക്വാളിഫൈ ചെയ്യുന്നത്? ലോ മിനിസ്റ്റർ പോലെയാണ് അല്ലെ. ലോ ആയിട്ട്, ലോ റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ് ആര്? അറ്റോർണി ജനറൽ. അപ്പോൾ ആരായിട്ട് അപ്പോയിന്റ് ചെയ്യാം നമുക്ക്? അപ്പോയിന്റഡ് ആസ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ആരായിട്ട് അപ്പോയിന്റ് ചെയ്യാം നമുക്ക്? സുപ്രീം കോർട്ടിലെ ജഡ്ജ് ആയിട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യമാണ് പ്രസിഡന്റിന് ഉള്ള ഒരു പദവി എന്ന് പറഞ്ഞാൽ. പ്രസിഡന്റ് ഷോൾ അപ്പോയിന്റ് എ പേഴ്സൺ ആസ് അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ ഹു ഈസ് ക്വാളിഫൈഡ് ടു ബി അപ്പോയിന്റഡ് ആസ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ ആലോചിക്കുക. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ 76 പറയുന്നത് ആർ വെങ്കട്ടരമണയാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുപ്രീം കോർട്ടിലെ ജഡ്ജ് ആരാണ്? ഇപ്പോൾ സുപ്രീം കോർട്ടിലെ ജഡ്ജ് അതാരാണ്? സഞ്ജീവ് ഖന്നയാണ് അല്ലേ. സഞ്ജീവ് ഖന്നയാണ് ഇപ്പോഴത്തെ നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ സുപ്രീം കോർട്ട് ജഡ്ജ് എന്ന് പറയുന്നത്. അപ്പോയിന്റഡ് ആസ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. സഞ്ജീവ് ഖന്നയാണ് കേട്ടോ. ഓക്കെ, ആ പോയിന്റ് അവിടെ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. സുപ്രീം കോർട്ട് ജഡ്ജിന്റെ ആർട്ടിക്കിൾ എത്രയാണ്? 124 അല്ലേ? സുപ്രീം കോർട്ട് ജഡ്ജിന്റെ ആർട്ടിക്കിൾ എത്രയാണ്? 124 അല്ലേ? 124 ആണ്. നമ്മുടെ 51ാമത്തെ സുപ്രീം കോർട്ട് ജഡ്ജാണ് സഞ്ജീവ് ഖന്ന കേട്ടോ. സഞ്ജീവ് ഖന്ന 51st സുപ്രീം കോർട്ട് ജഡ്ജാണ് സഞ്ജീവ് ഖന്ന. 124ലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ പറയുന്നുണ്ട് ഹൗ മെനി മിനിസ്റ്റേഴ്സ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ. എത്ര മിനിസ്റ്റേഴ്സിനെയാണ് നമുക്ക് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. ഹൗ മെനി മിനിസ്റ്റേഴ്സ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരവേ ഉള്ളൂ. എന്താണ്? 15% ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. 15% ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്, സൈസ് ലിമിറ്റ് എന്ന് പറയുന്നത്. യൂണിയൻ മിനിസ്റ്റർ ആവാനുള്ള സൈസ് ലിമിറ്റ് 15% ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ഏതിലാണ് വരുന്നത്? യൂണിയൻ മിനിസ്റ്റേഴ്സിലാണ് വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോളാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിനെ പറ്റിയിട്ടുള്ള തെറ്റായ ധാരണ ഏതെന്നാണ് ചോദിക്കുന്നത്. അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ the post of chief minister is similar to the post of president at the center. പ്രസിഡന്റ് അറ്റ് ദ സെന്റർ ആണോ ചീഫ് മിനിസ്റ്റർ? നമ്മുടെ സ്റ്റേറ്റിൽ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ പദവിയാണോ ഉള്ളത്? അല്ല അല്ലെ, പ്രസിഡന്റ് അല്ല. ഇവിടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. പ്രൈം മിനിസ്റ്റർ എങ്ങനെയാണോ കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്നത് അതുപോലെയാണ് ചീഫ് മിനിസ്റ്റർ സ്റ്റേറ്റിൽ എന്നുള്ളൊരു കാര്യമാണ് കറക്റ്റ്. അപ്പോൾ ഇവിടെ ഇതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ചീഫ് മിനിസ്റ്റർ ഈസ് സിമിലർ ടു ദ പോസ്റ്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരുന്നു കറക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ഗവർണർ അല്ലേ അപ്പോയിന്റ് ഓൺലി ദോസ് പേഴ്സൺ ടു ഹൂം ദ ചീഫ് മിനിസ്റ്റർ റിക്കമെൻഡ്. അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്ററിന്റെ നേതൃത്വ പ്രകാരമാണ് ബാക്കിയുള്ള സഭാ അംഗങ്ങളെ ആര് തിരഞ്ഞെടുക്കുന്നത്? ഗവർണർ സെലക്ട് ചെയ്യുന്നത്. അത് കറക്റ്റ് തന്നെയാണ്. ചീഫ് മിനിസ്റ്റർ ഈസ് ദ ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. നമ്മുടെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ചെയർമാനായിട്ട് വഹിക്കുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ് കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ഹെഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചീഫ് മിനിസ്റ്റർ ഈസ് കനോട്ട് ബി എക്സ്പെൽഡ് ബൈ ദ ഗവർണർ. അതായത് ഗവർണറിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എക്സ്പെൽ ചെയ്യാൻ പറ്റത്തില്ല, പറഞ്ഞു വിടാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുള്ളി എന്ത് ചെയ്യത്തില്ല? രാജിവെപ്പിക്കാൻ പറ്റത്തില്ല. ഇഫ് ഹി ഹാവ് എ മെജോറിറ്റി ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. നിയമസഭാ മണ്ഡലത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അയാൾക്ക് മെജോറിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ എന്ത് ചെയ്യത്തില്ല? മാറ്റാനായിട്ട് പറ്റത്തില്ല ഗവർണർക്ക്. മെജോറിറ്റി ഇല്ലെങ്കിൽ അയാളെ മാറ്റാനുള്ള അധികാരമുണ്ട്. മെജോറിറ്റി ഇല്ലാത്ത പക്ഷം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചീഫ് മിനിസ്റ്ററിനെ ടെന്യൂർ കഴിയാതെ മാറ്റാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് RRB NTPCയുടെ 50 ഡേയ്സ് പ്ലാനിൻ്റെ ഒരു രീതിയിലാണ് പോകുന്നത്. മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടെ സ്ട്രാറ്റജിക് ആയിട്ട്, കുറച്ചും കൂടെ ഓർഡർലി നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസിട്ടുള്ള നിങ്ങൾക്ക് റിവിഷൻ സെഷനാണ് ആവശ്യമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു 50 ഡേയ്സ് ക്രാഷിൻ്റെ
കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനിലാണ് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ RRB NTPCയുടെ പ്രോ ലെവൽ ബാച്ച് 50 days സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നമ്മുടെ ആപ്പിൽ ദിശ ലേണിംഗ് ആപ്പിൽ പോകുന്നുണ്ട്. April 2-നാണ് ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഡെയിലി ലൈവ് ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളുടെ ക്ലാസ്സസ്, നിങ്ങൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ക്ലാസ്സസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ട് ഡെയിലി ഇത്ര കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്ര സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഇതൊക്കെ പഠിക്കണമെന്ന്. അതൊക്കെ പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒരു സെഷൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ പാറ്റേൺ. അപ്പോൾ അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ RRB NTPCയുടെ പ്രോ ലെവൽ ബാച്ചാണത്. അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ 49th പാരലൽ ഈസ് എ ബൗണ്ടറി ബിറ്റ്വീൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. 49th പാരലൽ നമ്മുടെ ഇന്റർനാഷണൽ ബൗണ്ടറീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് ബൗണ്ടറീസ് ഉണ്ടല്ലേ. റാഡ്ക്ലിഫ് ലൈൻ ഇതൊരു ബൗണ്ടറിയാണ്. ഏതിൻ്റെയൊക്കെ? റാഡ്ക്ലിഫ് ലൈൻ നമ്മുടെ ഏതിൻ്റെയൊക്കെ ബൗണ്ടറിയാണ്? പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിന്റെ ബൗണ്ടറിയാണ് അല്ലേ, പാകിസ്ഥാൻ ഇന്ത്യ ബൗണ്ടറിയാണ്. ഡ്യൂറന്റ് ലൈൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ലൈനാണ്. അതിന് നമുക്ക് എന്തും പറയാം, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ലൈനാണെന്ന് പറയാം, അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ലൈൻ എന്ന് പറയാം, ഡ്യൂറന്റ് ലൈൻ. അതുപോലെ തന്നെ നമുക്ക് മക്മോഹൻ ലൈൻ ഏതുമായിട്ടുള്ളതാണ്? മക്മോഹൻ ലൈൻ ചൈന ഇന്ത്യയുമായിട്ടുള്ളതാണ്. ചൈന ഇന്ത്യയുമായിട്ടുള്ളതാണ് മക്മോഹൻ ലൈൻ. അപ്പോൾ ഇത്രയും ലൈൻസ് നമുക്ക് ബൗണ്ടറി ആയി അറിയാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ബൗണ്ടറീസ് ആയതുകൊണ്ട് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 49th പാരലൽ എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഏതിനെ കണക്ട് ചെയ്യുന്നതാണ്? നമ്മുടെ USA-നെയും കാനഡയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ബൗണ്ടറിയെ പറയുന്ന പേരാണ് 49th പാരലൽ. 49th പാരലൽ ഏതിനെയാണ്? USA-യും കാനഡയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. USA-യും കാനഡയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ നോർത്ത് കൊറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു പാരലൽ ലൈനിനെ പറയുന്നതാണ് 38th പാരലൽ. എന്താണ്? 38ാമത്തെ പാരലൽ എന്നറിയപ്പെടുന്നത്. നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് 38th പാരലൽ വഴിയാണ്. 38th പാരലൽ വഴിയാണ്. അങ്ങനെയാണെങ്കിൽ 17 പാരലൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. 17th പാരലൽ ഇതുപോലെ സൗത്ത് ആൻഡ് നോർത്ത് വിയറ്റ്നാത്തിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഏത് പാരലൽ എന്ന് പറയുന്നത്? 17th പാരലൽ എന്ന് പറഞ്ഞാൽ നോർത്ത് ആൻഡ് സൗത്ത് വിയറ്റ്നാത്തിനെ ഡിഫർ ചെയ്യുന്നതാണ് നമ്മുടെ 17th പാരലൽ കേട്ടോ. അപ്പോൾ 38th പാരലൽ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയാണ്. USA ആൻഡ് കാനഡ 49th പാരലലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളടുത്ത് 20 പാരലലും 22 പാരലലും ചോദിക്കാറുണ്ട്. 20 പാരലൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. 22 പാരലൽ ഇതിൽ 20 പാരലൽ എന്ന് പറഞ്ഞാൽ സുഡാനും ലിബിയയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. സുഡാനും ആൻഡ് ലിബിയ എന്ന് പറയുന്ന കൺട്രീസും തമ്മിലുള്ള സെപ്പറേറ്റ് ലൈനാണ്. 22 എന്ന് പറയുന്നത് സുഡാനും ഈജിപ്റ്റും ആണ് കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഇവിടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, 20 പാരലൽ സുഡാനും ലിബിയയും തമ്മിലാണ്. 22 പാരലൽ സുഡാനും ഈജിപ്റ്റും തമ്മിലാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മിലിറ്ററിയുടെ ബൗണ്ടറിയും കൂടെ ജസ്റ്റ് ഒന്ന് അറിയുക. LACയും LOCയും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ലൈൻ ഓഫ് കൺട്രോൾ ഇന്ത്യയും പാക്കും തമ്മിലുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനും. അതുപോലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ളതാണ്. ഇതെന്താണ്? മിലിറ്ററി ബൗണ്ടറിയാണ് കേട്ടോ. ബാക്കിയെല്ലാം ഇന്റർനാഷണൽ ബൗണ്ടറി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക കേട്ടോ അവിടെ. ഓക്കെ, എത്ര ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇനി അടുത്ത്, ഓൺ വിച്ച് ഡേ ബീറ്റിംഗ് റിട്രീറ്റ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ? എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഓൺ വിച്ച് ഡേ ബീറ്റിംഗ് റിട്രീറ്റ് ഈസ് സെലിബ്രേറ്റഡ്? ഓക്കെ, എന്താണ് ബീറ്റിംഗ് റിട്രീറ്റ് എന്ന് അറിയണം അല്ലേ? അത് എന്താണ് ബീറ്റിംഗ് റിട്രീറ്റ്? നമ്മുടെ റിപ്പബ്ലിക് ഡേ അല്ലേ? റിപ്പബ്ലിക് ഡേ എന്താണ്? 26th ജാനുവരി റിപ്പബ്ലിക് ഡേ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ദിവസം ദ തേർഡ് ഡേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിട്രീറ്റ് ഡേ എന്ന് പറയുന്നത്. അതായത് ബീറ്റിംഗ് റിട്രീറ്റ് ഡേ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സെറമണി ഓഫ് റിപ്പബ്ലിക് ഡേ ആണ്. എന്താണ്? ക്ലോസിംഗ് സെറമണി ഓഫ് റിപ്പബ്ലിക് ഡേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന ബീറ്റിംഗ് റിട്രീറ്റ് ഡേ എന്ന് നമ്മൾ പറയാറുള്ളത് കേട്ടോ. ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1955-ലാണ്.
1955 ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ക്യൂൻ എലിസബത്ത് ഫ്രാൻസിൽ നിന്നൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാധനം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മനസ്സിലാക്കിക്കോളാം, റിപ്പബ്ലിക് ഡേ 26 ജാനുവരിയിൽ ആഘോഷിച്ച് തുടങ്ങിയതിന് ശേഷം അതിൻ്റെ മൂന്നാമത്തെ ഡേ, അതായത് ഫോർമൽ കൺക്ലൂഷൻ എന്ന് പറയും നമ്മൾ. ഫോർമൽ കൺക്ലൂഷൻ എന്ന് പറയും, ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ ഫോർമൽ കൺക്ലൂഷൻ ഓഫ് റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് ഈ ഒരു ബീറ്റിംഗ് റിട്രീറ്റ് ചെയ്തത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇതിൽ ആരൊക്കെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫോഴ്സസ്, ആംഡ് ഫോഴ്സസ്, ആർമി നേവി അതുപോലെ തന്നെ എന്താണ് എയർഫോഴ്സ്. ഇത്രയും ഡിഫൻസ് യൂണിറ്റ്സ് എന്ത് ചെയ്യും, അവരുടെ എന്ത് ചെയ്യും, പരേഡ് ചെയ്യും അല്ലേ, പരേഡ് എന്ത് ചെയ്യും, അവർ കാഴ്ചവെക്കും. അതുപോലെ തന്നെ CAPF, ഡൽഹി പോലീസിലെ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. ഇത് നടത്തുന്ന എന്നായിരിക്കും, 29th ജനുവരി ആണെന്നുള്ളൊരു കാര്യം ആലോചിക്കാം. മൂന്നാം ദിവസം, 26-ാം തീയതി കഴിഞ്ഞ് മൂന്നാം ദിവസം 29-ാം തീയതി ജനുവരി എവിടെ വെച്ച്, വിജയ് ചോക്ക്, ഡൽഹിയിലെ വിജയ് ചോക്കിൽ വെച്ചാണ്. വിജയ് ചോക്കിൽ വെച്ചാണ് ഇത് നടത്തുന്നത്. വിജയ് ചോക്ക് ഡൽഹിയിൽ വെച്ചിട്ടാണ് 29th ജനുവരിയിൽ ഈ ഒരു ബീറ്റിംഗ് റിട്രീറ്റ് ചെയ്യുന്നത്. ആരാണ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ ആണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഉണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ് അവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ജസ്റ്റ് ആലോചിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നവംബർ 26 1949 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറയുന്നത് അന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇത് കെയിം ഇൻ ടു ഫോഴ്സ് ആണ് 26 ജനുവരി 1950 എന്ന് പറയുന്നത് അല്ലേ. 1950 26 ജനുവരിയിലാണ് ഇത് കെയിം ഇൻ ടു ഫോഴ്സ്. അതുകൊണ്ടാണ് അന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ആദ്യത്തെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഇവിടെ എത്തിയ ചീഫ് ഗസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുകർണോ ആണ് കേട്ടോ. സുകർണോ, ആ പേര് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുകർണോയാണ് എന്താണ് ബീറ്റിംഗ് സെറമണിയിൽ അന്ന് റിപ്പബ്ലിക് ഡേയിൽ, അന്നത്തെ റിപ്പബ്ലിക് ഡേയിൽ 26 ജനുവരി 1950 ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ചീഫ് ഗസ്റ്റിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ടല്ലോ, എല്ലാ വർഷവും ചെയ്യാറില്ല, നമുക്ക് പറ്റുന്ന എല്ലാ പ്രാവശ്യവും നമ്മൾ മാക്സിമം തവണ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ ഇവിടെ വന്നിട്ടുള്ള ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് ഏത് നാട്ടിൽ നിന്ന്, ഏത് കൺട്രിയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസിൽ നിന്നാണ് കേട്ടോ. ഫ്രാൻസിൽ നിന്നാണ്. ഇപ്പോൾ ഈ ഒരു ഇപ്പം എന്താണ് ഫസ്റ്റ് വരുന്നത് സുകർണോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുകർണോയാണ്. ഇപ്പോഴും വന്നതും 76th റിപ്പബ്ലിക് ഡേയിൽ വന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ആരാണ്, പ്രബോവ സുബിയന്തോയാണ്. പ്രബോവ സുബിയാന്തോ അതാരാണ്, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് കേട്ടോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ പറയുന്നത്. ഫസ്റ്റ് വന്നതും ഇപ്പോഴത്തെ 76th റിപ്പബ്ലിക് ഡേയിൽ വന്നതും ഇന്തോനേഷ്യൻ ആയിട്ടുള്ള പ്രസിഡന്റ് ആണ്. പ്രബോവോ സുബിയന്റോ ആണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ പറഞ്ഞതാണ്. ഫസ്റ്റ് വന്ന സുകർണോയും ഇന്തോനേഷ്യക്കാരനാണ്. ഇപ്പോൾ 76ന് വന്ന പ്രബോവോ സുബിയന്തോയും ഇന്തോനേഷ്യക്കാരനാണെന്ന് ആലോചിക്കുക. ഇതിനു മുമ്പേ 75th ടൈം വന്നത് ആരാണ്, ഫ്രാൻസിൽ നിന്നായിരുന്നു കേട്ടോ. ഫ്രാൻസിൽ നിന്ന് ഇമ്മാനുവൽ എന്ന് പറയുന്ന ആളാണ് വന്നിട്ടുള്ളത്. 75th ടൈം ഫ്രഞ്ചുകാരനായിട്ടുള്ള ഇമ്മാനുവൽ മാർക്കോ എന്ന് പറയുന്ന ആളാണ് വന്നിട്ടുള്ളത്. അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, 29th ജനുവരിയിൽ വിജയ് ചോക്കിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി നടത്താറുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ മറ്റേ നമ്മുടെ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന എവിടെയാണ്, കർത്തവ്യ പാത്ത്, ആ ഒരു പ്ലേസിലാണ് നടത്തുന്നത്. കർത്തവ്യ പാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ്സ് ആണ്, 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്തൊരു സെഷനിലേക്ക് നമുക്ക് വീണ്ടും കാണുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ എന്ത് ചെയ്യുക, മുന്നോട്ട് പഠിച്ചു പോവുക. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.